ഹംഗ്രി ടൈഡ് എന്ന് പറഞ്ഞിട്ട് അമിതാവ് ഘോഷിൻ്റെ 2004 ഇറങ്ങിയൊരു പുസ്തകമാണ്. ഈ പുസ്തകം കുറേ കാലം എടുത്തിട്ടാണ് ഞാൻ വായിച്ചത്. കാരണം ആദ്യം വായിച്ചു, പിന്നെ ഞാൻ നിർത്തി, പിന്നെ വായിച്ചു. അപ്പം അതെന്തോ വലിയ പുസ്തകമാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ആ പുസ്തകം ഒരു കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നൊരു പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു ക്യാരക്ടർ പ്യാലി റോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. പ്യാലി റോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇറാവാഡി ഡോൾഫിൻസ്, ഈ സുന്ദർബൻ ഏരിയയിൽ, ബേ ഓഫ് ബംഗാൾ, അവിടെ ഇറാവഡി ഡോൾഫിൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇന്ത്യക്കാരിയാണ്, ബംഗാളിയാണ്. അപ്പം പിയാലി വരികയാണ്. അങ്ങനെ പിയാലി അവിടെ വെച്ച് കനായി എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നു. കനായിൻ്റെ അമ്മായി കുസുമിൻ്റെ വീട്ടിൽ ഇവർ താമസമാക്കുന്നു. എന്നിട്ട് ഇവർ ഇതൊക്കെ, അപ്പോൾ മനുഷ്യനും പ്രകൃതിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു സംഘട്ടനം, അതിൻ്റെ കൂടെ തന്നെ മനുഷ്യനും തമ്മിലുള്ള സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള സംഘടനകൾ, അതിൻ്റെ ഭാഗത്തിൽ മനുഷ്യൻ പല ചേരികളായി മാറുന്നതിൻ്റെ ഒരു സംഭവം. കുസുമിൻ്റെ ഭർത്താവ്, ഇപ്പോൾ നമ്മളുടെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മൽ ഇസ് നോ മോർ. നിർമ്മൽ ആണ് കുസുമിൻ്റെ, കനായിയുടെ അമ്മാവനായിട്ട് വരുന്നത്. അപ്പോൾ നിർമ്മലിൻ്റെ ഒരു കഥ ഫ്ലാഷ് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്കൂൾ ടീച്ചറാണ്. പിന്നെ ഫൊക്കീർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ഫൊക്കീർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഒരു ഫിഷർമാൻ, ഒരു സാധാ ഫിഷർമാൻ. ആൻഡ് ഫൊക്കീറിൻ്റെ വൈഫുണ്ട്. വൈഫിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മോയന എന്ന് പറഞ്ഞ വൈഫിൻ്റെ പേര്. അപ്പം വൈഫ് ഈ കുസും നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ മാതിരിയുള്ളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കൂടെ ഉണ്ട് മോയന. അപ്പം ഫൊക്കീറിൻ്റെ കൂടെ ഈ ഇറാവഡി ഡോൾഫിനെ കാണാൻ വേണ്ടി പോവുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ അഡ്വഞ്ചേഴ്സും ഈ ഇതിന്. അപ്പം ഒരു കഥ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിയെക്കുറിച്ചും ആ പ്രകൃതിയിൽ നടക്കുന്ന ഒരു ഇംബാലൻസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഇംബാലൻസ്, അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുസരിച്ച് പ്രകൃതിയോട് യോജിച്ച് ജീവിക്കുന്നവരും പ്രകൃതിയെ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നവരും ഇതിൻ്റെ ഇടയിൽ ഇത് പഠിച്ച് മനസ്സിലാക്കി ശരിയായൊരു ബാലൻസ് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വഴിയെന്ന് മനസ്സിലാവുന്നത്, എന്തുകൊണ്ടാണ് ചില സ്പീഷീസ്, ചില ജീവികൾ ചില രീതിയിൽ ചില സ്ഥലങ്ങളിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ കൂടെ ഈ ഹ്യൂമൻ ഇമോഷൻസും ഇൻട്രാക്ഷൻസും കോംപ്ലക്സിറ്റീസും ഒക്കെ വരുന്നുണ്ട്. ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്യാൻവാസ് വരച്ച് കാട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ സാധാരണമായിട്ടുള്ള കുറേ ആൾക്കാർ അവരുടെ ഇമോഷൻസ് ശരികളും തെറ്റുകളുമല്ലാതെ അവരുടെ പ്രകൃതിയായിട്ടും സമൂഹമായിട്ടും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും ചുറ്റുപാടും ഒക്കെയായിട്ടും പാസ്റ്റിൽ, അതായത് മുൻപേ കാലത്ത് വന്നിരുന്ന ആൾക്കാർ ചെയ്തു പോയ ദോഷങ്ങളുടെ എഫക്റ്റ് കൊണ്ട് ജീവിക്കേണ്ടി വരുന്നതിൻ്റെ ഒക്കെ കൂടിയിട്ടുള്ളൊരു വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഒരു പിക്ചറാണ് ആ പുസ്തകം കൊണ്ടുവരുന്നത്. ആൻഡ് എനിക്ക് ചിലപ്പം കുറേ, അപ്പോൾ ആൾക്കാർ വിചാരിക്കും ചിലപ്പം ഇക്കറൊക്കെയാണ് ഈ പുസ്തകത്തിന് എന്താ ഒറ്റ അടിക്ക് വായിച്ച് തീർക്കാഞ്ഞ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ കുറേ കാലം എടുത്ത് വായിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് വായിക്കാതെ ഇരുന്നിട്ട് ചിലപ്പം ചില ഭാഗങ്ങൾ എത്തുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ നിർത്തുന്നതായിരിക്കും. പിന്നെ വീണ്ടും ആ പുസ്തകത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പം ഞാനും എന്നോട് തന്നെ ഇറക്കി ചോദിക്കാറുണ്ട്, ഈ പുസ്തകം ഇത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒറ്റയടിക്ക് വായിച്ചില്ല എന്നുള്ളത്. ചിലപ്പം ഒറ്റയടിക്ക് വായിക്കുക എന്നുള്ളതായിരിക്കില്ല എൻ്റെ സ്വഭാവം. അങ്ങനെ ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. കുറേശ്ശെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അപഗ്രഥിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേശ്ശെ മനസ്സിലാക്കി പോവുക എന്നുള്ളതായിരിക്കാൻ മതി ചിലപ്പം എൻ്റെ ഒരു രീതി. ഇപ്പോൾ പുസ്തകം വായിക്കുക, സിനിമ കാണുക, ഭക്ഷണം വയ്ക്കുക, നമ്മളുടെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മളുടെയൊക്കെ നേച്ചറും വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ഈ ജീവിതം തികയാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവവും കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോവലുകൾ നമ്മളെ പലപ്പോഴും നമ്മളുടെ കുറേ ക്യാരക്ടേഴ്സിനെ നമ്മളെ മുമ്പിൽ
വരച്ച് കാട്ടുന്നുണ്ട് എഴുത്തുകാർ എന്നുണ്ടെങ്കിലും ആ ക്യാരക്ടറിലൂടെ പലപ്പോഴും നടക്കുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക ദ ഹംഗ്രി ടൈഡ്. മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേ, ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു പുസ്തകമായിട്ട് ഇനിയും വരാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.